റോഡ് സുരക്ഷാ മാസാചരണം ആഘോഷിച്ചു. റോഡ് അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാം, റോഡ് സുരക്ഷ എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന റോഡ് സേഫ്റ്റി മന്ത് എന്ന പരിപാടിയിൽ ചർച്ച ചെയ്തു. പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ്. എല്ലാ മാസവും 2 മാസം കൂടുമ്പോൾ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർമാരും ലീഡ് ആപ്പിന്റെ ടെസ്റ്റ് പാസ്സായിരിക്കണം. എഴുതി വെച്ചോളൂ, നടപ്പിൽ വരണം. എല്ലാ ഉദ്യോഗസ്ഥന്മാരും മാസത്തിൽ ഒരു ദിവസം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം ഈ ലീഡ് ആപ്പിൽ പരീക്ഷ എഴുതിയിരിക്കണം. ഇന്ന് മുതൽ നാളെ മുതൽ ഉത്തരവിറങ്ങണം. എല്ലാവരും അതിന്റെ റിസൾട്ട് നമുക്ക് കാണണം. ഈ ലീഡ്സ് ആപ്പിൽ എല്ലാ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും മിനിസ്റ്റീരിയൽ സ്റ്റാഫും അതൊന്നും അറിഞ്ഞ പ്രൊമോഷൻ കിട്ടുമ്പോൾ മാത്രം മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് RTO ആയാൽ അത് വേണ്ട. പ്രൊമോഷന്റെ സമയമാകുമ്പോൾ ഇനി ജോയിന്റ് RTO ആവണമെന്ന് പറഞ്ഞ് വരും. അതെന്തൊരു വിരോധാഭാസമാണ്. പ്രൊമോഷൻ വാങ്ങുമ്പോൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ ജോയിന്റ് RTO ആയിട്ട് നിയമിക്കുന്നു. വണ്ടി ചെക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ, വണ്ടി കേൾക്കാൻ വകുപ്പില്ല, പിന്നെ എന്തിനാണ് ജോയിന്റ് RTO? ഇത് അടിസ്ഥാനപരമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരു പരീക്ഷ, ഒരു മോക്ക് ലേണേഴ്സ് ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയ ഒരു ആശയം പകർത്തിയതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് അഡ്വാൻസ്, നിയമത്തെക്കുറിച്ച് നല്ല ബോധം നൽകുന്നതായിരിക്കും നല്ലൊരു ആപ്പായിട്ട് അത് മാറിയിട്ടുണ്ട്. അവിടെ എന്താണ്, അതിന് ക്ലൗഡ് വേണം. കുറഞ്ഞ ചെലവിൽ ക്ലൗഡ് ഊരാലെങ്കിൽ വന്നു. കൊട്ടാരക്കര, ദെൻ ചടയമംഗലം and Nelamayil, Kadakal, all very good routes. There is a problem. The most accident is by motorbike people. റോഡ് അപകടങ്ങളെക്കുറിച്ച് സെമിനാറുകൾ നടത്തുന്നതിൽ വിശ്വാസമുള്ള ആളല്ല ഞാൻ. റോഡ് അപകടങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് വിളിച്ച് അതിൽ സേഫ്റ്റി ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും വിളിച്ച് ഒരു പദ്ധതി ആവിഷ്കരിക്കണം. അതേസമയം ഡ്രൈവിംഗ് സ്കൂളുകളുടെ രീതി മാറ്റണം. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് ഒരു മിന്നൽ പരിശോധന അത്യാവശ്യമാണ്. ഡ്രൈവർമാർക്കുള്ള കാഴ്ച പരിശോധനാ ക്യാമ്പുകൾ, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ക്ലാസുകൾ, അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം. ഭിന്നശേഷിക്കാർക്കായുള്ള ഗതാഗത ബോധവൽക്കരണ ക്ലാസുകൾ, ഫുഡ് ഡെലിവറി ജീവനക്കാർക്കായുള്ള റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ, റോഡ് സുരക്ഷാ സെമിനാറുകൾ. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.